സംസ്ഥാനത്ത് അതികഠിനമായ ചൂടാണ്. വർഷങ്ങൾക്ക് ശേഷമുള്ള വലിയ വരൾച്ചയിലേക്കാണ് സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇടമഴ കിട്ടുന്നുമുണ്ട്. മലയാളിയുടെ ഏറ്റവും വലിയ ഭാഗ്യം ഇടമഴ കിട്ടുന്നു എന്നുള്ളതാണ്. പക്ഷേ നിർഭാഗ്യം ഇത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. സംസ്ഥാനത്തെ എല്ലാ ഡാമുകളിലും ജലത്തിന്റെ അളവ് 35% വരെ എത്തി നിൽക്കുന്നു. ഒരുപാട് താഴ്ന്നിട്ടുണ്ട്. ഒരു 35% വെള്ളമേ ഡാമുകളിലുള്ളൂ. 30-35 എല്ലാ ഡാമുകളും, ഇടുക്കി, അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട ഡാമുകളിലും, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഡാമുകളിൽ അങ്ങനെ വെള്ളം കുറവാണ്. ഈ സമയത്താണ് നമ്മൾ 2004-നെയും 2016-നെയും ഓർമ്മിച്ചു പോകുന്നത്. 2004 ഇതിനു മുമ്പ് വളരെ വലിയ ജലക്ഷാമം കേരളത്തിലുണ്ടായത്. അന്നാണ് മലയാള മനോരമ പലതുള്ളി വരുന്നത്. കേരള സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ മഴവെള്ള സംഭരണ പ്രചരണ പരിപാടി വരുന്നു. നിരവധി പരിപാടികൾ അന്ന് ആ കാലഘട്ടത്തിൽ വന്നിരുന്നു. അപ്പൊ അന്ന് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഒരു സെല്ല് തുടങ്ങിയിരുന്നു. അതിന്റെ സ്റ്റേറ്റ് മാനേജറായിട്ട് ഞാൻ പ്രവർത്തിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഡയറക്ടറായി വാട്ടർ റിസോഴ്സിൽ പ്രവർത്തിച്ചു. വലിയ ക്യാമ്പയിനാണ് ഞങ്ങൾ നടത്തിയത്. കേരളത്തിൽ 10,000-കണക്കിന് ക്ലാസുകൾ, ലഘുലേഖകൾ, പുസ്തകങ്ങൾ, വീഡിയോകൾ, എല്ലാ ഡിസ്ട്രിക്റ്റിലും വലിയ തോതിൽ മഴവെള്ള സംഭരണത്തിന് വേണ്ടിയുള്ള പ്രചരണ പരിപാടി. അതിനുശേഷം ഇതെല്ലാം തൊഴിലുറപ്പ് പദ്ധതിയിൽ കയറ്റിവിട്ടു. കിണർ റീചാർജ്, മഴവെള്ള സംഭരണം, ഫെറോസിമെന്റ് ടാങ്ക് പണിയുന്ന രീതികളെല്ലാം തൊഴിലുറപ്പിൽ കയറ്റിവിട്ടു. പഞ്ചായത്ത് രാജിനോട് ഇത് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇതൊരു വ്യവസ്ഥയാക്കി. പക്ഷെ പിന്നെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുടെ ഭാഗമാക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ അതിനുശേഷം വേണ്ടത്ര മുന്നോട്ട് പോയില്ല എന്നൊരു പരാതിയുണ്ട്. പിന്നെ വന്ന ഒരു മുന്നോട്ട് പോകുന്നതിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷക്കാലം റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് കാര്യങ്ങളൊന്നും 1 മില്ലിമീറ്റർ പോലും, കുറച്ച് ടാങ്കുകൾ പണിയുന്ന പണി നടക്കുന്നുണ്ട് സംസ്ഥാനത്ത്. കുറച്ച് ഫെറോസിമെന്റ് ടാങ്കുകൾ പണിയുന്ന വർക്ക് പിന്നെ ഉണ്ട്. റെയിൻ സെന്റർ ഇപ്പൊ ഇല്ല. റെയിൻ സെന്ററും റെയിൻ സെല്ലും ഇപ്പൊ ഇല്ല. അത് പൂട്ടി. പിന്നെ അതുമായി ബന്ധപ്പെട്ട ഉണ്ടായിരുന്ന മറ്റൊരു സ്ഥാപനം പൂട്ടി. ജലസംരക്ഷണവുമായി ബന്ധപ്പെടുത്തി നടത്തിയിരുന്ന മറ്റൊരു സ്ഥാപനം പൂട്ടി. ഇതെല്ലാം പൂട്ടി. ഇതിൽ വേറൊരു തലത്തിലേക്ക് സ്ഥാപനങ്ങൾ മാറി. ഞാൻ അതിന്റെ കുറ്റം പറയാനല്ല ഈ വീഡിയോ ചെയ്യുന്നത്. അത് ഈ വീഡിയോയുടെ പറവിൽ വരുന്ന കാര്യമല്ല. ഞാൻ പറയാൻ പോകുന്നത് 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു പുരപ്പുറമുണ്ടെങ്കിൽ കേരളത്തിൽ 3 ലക്ഷം മുതൽ 5 ലക്ഷം ലിറ്റർ വരെ മഴ ഒരു വർഷം കിട്ടും. കേട്ടുകൊള്ളുക. 1000 ചതുരശ്ര അടി വിസ്തീർണമുണ്ടെങ്കിൽ 3 ലക്ഷം മുതൽ 5 ലക്ഷം ലിറ്റർ വരെ ഒരു വർഷം. യഥാർത്ഥത്തിൽ ഒരു വീട്ടുകാർക്ക് അത്രയും വെള്ളത്തിന്റെ ആവശ്യമില്ല. നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത് 1,25,00,000 വീടുകളുണ്ട്. അതിൽ മഹാഭൂരിപക്ഷം വീടുകളും ടെറസോ ഓടിട്ടതോ ആണ്. അല്ലെങ്കിൽ ഷീറ്റും വളരെ കുറവാണ്. ഒന്നുകിൽ ഓടാണ്, ടെറസാണ്. ഓടും നമ്മൾ പറയേണ്ട കാര്യമില്ല. മഹാഭൂരിപക്ഷം വീടും ഇപ്പോൾ ടെറസാണ്. ടെറസ് വീടാണെങ്കിൽ ആ വീട്ടിലെ ടെറസിൽ വീഴുന്ന മഴവെള്ളത്തെ താഴെ കൊണ്ടുവരാൻ ഡൗൺ പൈപ്പ് വച്ചിട്ടുണ്ടായിരിക്കും. അത് PVC-യിലുള്ള ഡൗൺ പൈപ്പ് കാണും. ആ പൈപ്പ് വഴിയായിരിക്കും അവരെ പറമ്പിലേക്ക് മഴവെള്ളം ടെറസിൽ വീഴുന്ന താഴെ വന്നിട്ട് അത് ഇപ്പോൾ ചെയ്യുന്നത് ഒന്നുകിൽ പറമ്പിൽ താഴും, അല്ലെങ്കിൽ മുറ്റത്ത് താഴും, അല്ലെങ്കിൽ അടുത്ത റോഡിലേക്ക് അവർ വിടും. ഈ ടൺ കണക്കിന് അല്ലെങ്കിൽ ലിറ്റർ കണക്കിന് മഴവെള്ളമാണ് പുരപ്പുറത്ത് വീഴുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് ആമസോൺ, ബ്രസീൽ കാടുകളിലും ഹാവായ് ദ്വീപുകളിലുമാണ്. എന്നാൽ സ്ഥലം നോക്കുമ്പോൾ ചിറാപുഞ്ചി, മൗണ്ട് സെൻട്രാം പോലുള്ള ഇന്ത്യയിലെ സ്ഥലങ്ങളിലാണ്. സ്ഥലം നോക്കുമ്പോൾ ചിറാപുഞ്ചിയിലായിരുന്നു, അത് മൗണ്ട് സെൻട്രാം. അത് ചെറിയ സ്ഥലമാണ്, ചെറിയ വ്യത്യാസമുള്ള സ്ഥലമാണ്. 10-20 കിലോമീറ്റർ വ്യത്യാസമുള്ള സ്ഥലമാണ്. 2 റീജിയനിലാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ, വർഷം മുഴുവൻ അവിടെ മഴയാണ്. എന്നാൽ രാജ്യം കണക്കാക്കുമ്പോൾ ഹവായ് ദ്വീപുകളും ആമസോൺ കാടുകളും പിന്നെ വിശാലമായ സ്ഥലം കണക്കാക്കുമ്പോൾ ബ്രസീലും ഒക്കെയാണ്. അതിനേക്കാൾ മഴ യഥാർത്ഥത്തിൽ കേരളത്തിൽ പെയ്യുന്നുണ്ട്. വർഷത്തിൽ 3000 മില്ലിമീറ്റർ മഴ പെയ്യുന്നു. അത് 3000 എന്ന് പറയുന്നത് തെക്കൻ മേഖലയിൽ 3000 ആണെങ്കിൽ വടക്കൻ മേഖലയിൽ 5000 മില്ലിമീറ്റർ മഴ പെയ്യുന്നു. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകുന്തോറും വീണ്ടും മഴയുടെ അളവ്, മലനിരകളിലോട്ട് പോകുന്തോറും മഴയുടെ അളവ് കൂടിക്കൂടി തന്നെ വരുന്നു. ഒരു 7000-8000 ലിറ്റർ മഴ വരെ പെയ്യുന്ന കുഞ്ഞു കുഞ്ഞു റീജിയനുണ്ട്. അതേസമയം വട്ടവട പോലുള്ള മഴനിഴൽ പ്രദേശങ്ങളും 10ഓളം മഴനിഴൽ പ്രദേശങ്ങളും വയനാട്, പാലക്കാട്, ഇടുക്കി ജില്ലകളിലായിട്ടുമുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു പശ്ചാത്തലം. അപ്പോൾ മഴവെള്ള സംഭരണം നമുക്ക് നന്നായി ചെയ്യാൻ പറ്റുന്നതാണ്. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മഴവെള്ള സംഭരണമോ ഭൂജല പരിപോഷണമോ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ സേവനം സുഭാഷിതം ഒരു സൗജന്യ സേവനം ചെയ്യുകയാണ്. സാങ്കേതിക സഹായം മാത്രം. പണം നമുക്ക് തരാൻ കഴിയത്തില്ല. പണം നിങ്ങൾ എടുക്കണം. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ കോർപ്പറേഷനുകളോ മുനിസിപ്പാലിറ്റികളോ വ്യക്തികളോ സ്ഥാപനങ്ങളോ മഴവെള്ള സംഭരണമോ ഭൂജല പരിപോഷണമോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കൂടെ വിളിക്കുക. കൃത്യമായി ഞങ്ങൾ അതിന്റെ സാങ്കേതിക സഹായം സൗജന്യമായി നൽകുന്നതാണ്. മാത്രമല്ല, ഇത് സംബന്ധിച്ച് നിരവധി പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജലപാഠം എന്നൊരു പുസ്തകമുണ്ട്. ഹരിത സാഹോദര്യ 2 പുസ്തകവും ഇതുമായി ബന്ധപ്പെട്ടതാണ്. മഴക്കൊയ്ത്തും ജലസുരക്ഷയും എന്ന് പറഞ്ഞ് DC ബുക്സ് ഇറക്കിയിട്ടുണ്ട് പുസ്തകമുണ്ട്. അത് DC-യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. 6-7 എഡിഷനായി. ഇപ്പോൾ അവൈലബിൾ ആണെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ അവർ പ്രിന്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ DC ബുക്സ് അത് ഇറക്കിയിട്ടുണ്ട്. പിന്നെ നിരവധി ലേഖനങ്ങൾ, പിന്നെ വീഡിയോകൾ, യൂട്യൂബ് നിങ്ങൾ അടിച്ചു നോക്കിയാൽ സുഭാഷിതം ചാനലിൽ കാണത്തില്ല. കാരണം അന്ന് സുഭാഷിതം ചാനലില്ല.
അതേസമയം മൺസൂൺ മീഡിയ എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ അടിച്ചു നോക്കിയാൽ ഞാൻ തന്നെ ഡയറക്ടർ ആയിരിക്കുമ്പോൾ അവതരിപ്പിച്ചിട്ടുള്ള നിരവധി വീഡിയോസ്, മുറ്റത്തൊരു വറ്റാത്ത കിണർ, മഴക്കുഴിക്കൊരാമുഖം, ഫെറോസിമൺ ടാങ്കിനൊരാമുഖം, ഇങ്ങനെ നിരവധി വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. അതിനകത്തും നമ്പറും ഫേസ്ബുക്ക് ID ഒക്കെ വെച്ചിട്ടുണ്ട്. മഴവെള്ളം സംഭരിക്കാൻ വളരെ വലിയ സാധ്യതയാണുള്ളത്. നമ്മുടെ വീട്ടിലൊരു കിണറുണ്ടെങ്കിൽ ഈ ടെറസിലെ വെള്ളത്തെ കൊണ്ടുവന്ന് കിണറിന്റെ അടുത്തുള്ള ഒരു കുഴിയിലേക്ക് വിടാൻ ഒരു പൈസയുടെ ചെലവുമില്ല. അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി കുറച്ചുകൂടി മോഡേൺ ആയിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ, പ്രൊഫഷണലായി ചെയ്യണമെങ്കിൽ, ചിരട്ടക്കരി, മണല്, മെറ്റൽ, 3/4 ഇഞ്ച് മെറ്റൽ, ഇതിന്റെ ഒരു ലെയർ ഇട്ട് ഒരു ടാങ്ക് കെട്ടി, അല്ലെങ്കിൽ വലിയൊരു ബക്കറ്റോ ടാങ്കോ ഒരു വലിയ പാത്രത്തിൽ, ചെറിയ പാത്രം പോലെ ഒരു 10-250 ലിറ്റർ വെള്ളമെങ്കിലും കൊള്ളുന്ന മുതൽ 500 ലിറ്റർ വെള്ളം വരെ കൊള്ളുന്ന വലിയൊരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു ചെറിയ ടാങ്കിൽ ഇത് സെറ്റ് ചെയ്തതിനു ശേഷം അതിനകത്ത് മഴവെള്ളം കൊണ്ടുവിട്ട് അവിടെ നിന്ന് നമുക്ക് കിണറ്റിലേക്ക് കടത്തിവിടാം. ലക്ഷക്കണക്കിന് കിണറുകൾ കേരളത്തിലുണ്ട്, ലക്ഷക്കണക്കിന് വീടുകളുമുണ്ട്. ഇതൊന്ന് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയാൽ നന്നായി പറ്റും. മാത്രമല്ല, തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇത് നിർബന്ധമായി ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചാൽ കേരളത്തിലെ ജലക്ഷാമം പരിഹരിക്കാൻ പറ്റും. ഞാൻ ഈ ഇടയ്ക്ക് പെരിനാട് പഞ്ചായത്ത് പത്തനംതിട്ടയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു സെമിനാറിന് പോയിരുന്നു. ഞാൻ ക്ലാസ് എടുത്തിരുന്നു. 10-100 പേരുണ്ടായിരുന്നു, ക്ലാസ് കേൾക്കാനുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ലഘുലേഖകൾ ചെയ്തിട്ടുണ്ട്, പുസ്തകങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തരാൻ തയ്യാറാണ്. പിന്നെ ഫെറോസിമൺ ടാങ്കുകൾ പണിയാൻ പറ്റും. അത് സാധാരണ ചിക്കൻ മെഷും വെൽഡ് മെഷും സിമന്റും മണലും ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന, ചുടുകല്ലൊന്നും ഇല്ലാതെ പാറയൊന്നും ഇല്ലാതെ ചെയ്യുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായി നിങ്ങൾ വീഡിയോയിൽ ലഭ്യമാണ്. ഭൂമിക്ക് അടിയിൽ ചെയ്യാം, കാർ ഷെഡിന്റെ അടിയിൽ ചെയ്യാം, വീട്ടിന്റെ ബെഡ്റൂമിനകത്ത് പോലും, ബെഡ്റൂമിന്റെ അടിവശത്ത് പോലും നെല്ലറ പോലെ മഴവെള്ളം സംഭരിച്ചിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ഭൂജല പരിപോഷണം, മഴക്കുഴികൾ എടുക്കുക, കല്ലുകയകൾ തീർക്കുക, രാമച്ചം വെച്ച് പിടിപ്പിക്കുക, പരമാവധി സ്ഥലം, കുറച്ച് സ്ഥലമെങ്കിലും സിമന്റ് ഇടാതെ വെള്ളം വീഴാനായിട്ട്, ഭൂമിയിൽ താഴ്ന്നു പോകാനായിട്ട് വീടിന്റെ ചുറ്റുഭാഗം കംപ്ലീറ്റ് സിമന്റ് ഇടാറ്. ചിലപ്പോൾ എലി തുറക്കുന്നു, ചെറിയ 5 സെന്റ് 4 സെന്റിൽ വീട് വെച്ചിരിക്കുന്നവരാണെങ്കിൽ എലി തുറക്കുന്നു, പിന്നെ അല്ലെങ്കിൽ പെരിച്ചാഴി വരും, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്നാലും അത് കുറച്ച് സ്ഥലമെങ്കിലും ഈ ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ച് മഴവെള്ളം താഴാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക. ഇങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു, കല്ലുകയാല, മൺകയാല, തടയണകൾ, ചെക്ക് ഡാമുകൾ, ഇങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട് മഴവെള്ളം സംഭരിക്കാൻ. മഴക്കുഴി നിർമ്മിക്കാം. 1 മീറ്റർ ആഴം, 1 മീറ്റർ വീതി, 1 മീറ്റർ പിന്നെ നീളവും വീതി ആഴത്തിലും മഴക്കുഴികൾ നിർമ്മിച്ചിടാം. അത് മഴ കഴിയുമ്പോൾ നമുക്കത് ഫില്ല് ചെയ്താൽ മതി. അങ്ങനെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ, ചെടികൾ വെച്ച് വളരെ വലിയ തോതിലാണ് മഴവെള്ളം സംഭരണം ചെയ്യാൻ പറ്റുന്നത്. കിണർ റീചാർജ് ഒക്കെ നന്നായി കേരളത്തിൽ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ കഴിഞ്ഞ 10 വർഷം എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും നിയോജകമണ്ഡലത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പഞ്ചായത്തിലോ ആരെങ്കിലും ഒക്കെ വ്യക്തിപരമായി ചെയ്തു എന്നുള്ളല്ലാതെ ഒരു ക്യാമ്പയിൻ രൂപത്തിൽ ശക്തമായി കേരളത്തിൽ നടന്നിട്ടില്ല. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ നിയമത്തിൽ ഉണ്ടായിട്ട് പോലും, കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ അത് എഴുതി വെച്ചിട്ട് പോലും പാലിക്കപ്പെടുന്നില്ല. അതിന്റെ കൂടി ദുരന്തമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ നമുക്ക് മഴവെള്ള സംഭരണത്തിനും ഭൂജല പരിപോഷണത്തിനും വലിയ സാധ്യതയാണുള്ളത്. നിങ്ങൾ പ്രത്യേകിച്ച് നഗരങ്ങളിൽ, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് നഗരങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ, വെള്ളപ്പൊക്കം ഒഴിവാക്കാൻ, പ്രളയം വേറെ ഫിനോമിനയാണ്. പക്ഷെ വെള്ളക്കെട്ടും വെള്ളപ്പൊക്കവും ഒക്കെ ഒഴിവാക്കാൻ നന്നായി ഭൂജല പരിപോഷണം നടത്തിയാൽ ചെയ്യാൻ പറ്റും. ഇത് സംബന്ധിച്ച നിരവധി സാങ്കേതിക വിദ്യകളും സാങ്കേതിക മാർഗങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിലും കോൺടാക്ട് ചെയ്യുക. മഴവെള്ളം സംഭരിക്കൂ, ജലക്ഷാമം അകറ്റൂ. മഴ പ്രകൃതിയുടെ സുഹൃതം. കരുതാം നാളേക്കായി.